ഇപ്പം ഞാൻ നേരത്തെ മാം പറഞ്ഞു കേട്ടിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് കണ്ടിട്ടാണ് ഇതിൽ ഇങ്ങനൊരു തോട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് MD സാറുമായിട്ട് പങ്കുവെച്ചപ്പം, കാരണം സാറിനുള്ള അത്ര ഈസി അല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കും. അപ്പോൾ സാറിന് എങ്ങനെയാണ് ഇതിനെ മാം ഇത് കൺവിൻസ് ചെയ്തത്? ഞാൻ ആദ്യം ഇങ്ങനെ ഒരു സീരീസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ആ സമയത്ത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ പുറത്തു പോകാൻ പറ്റും, ലോക്ക്ഡൗൺ ആണ്. അപ്പം ആദ്യത്തെ തവണ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഗതി കണ്ടുവച്ചാൽ നന്നായിട്ടുണ്ട്, നല്ല പ്രൊഡക്ഷൻ വാല്യൂയോട് കൂടി ചെയ്തതാന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഇത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. 1-2 എപ്പിസോഡ്സ് അച്ഛൻ കണ്ടു. അപ്പം അങ്ങനെ എനിക്കിപ്പോൾ പിന്നെ ഞാൻ മൂന്നാമത്തെ തവണ ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ. അപ്പം എന്നോട് പറഞ്ഞു നീ ആദ്യം കഥകൾ എന്തൊക്കെ വേണമെന്നുള്ളത് ആലോചിക്കുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പം വളരെ ഓപ്പൺ ആയിരുന്നു, അങ്ങനെ ഒരു ആ ഐഡിയയോട് വളരെ ഓപ്പൺ ആയിരുന്നു. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആദ്യം തന്നെ റെസ്പോണ്ട് ചെയ്തത്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, കഥകളെ കുറിച്ച് ആലോചിക്കുമെന്ന് പറയുമ്പോൾ എന്തുമാത്രം കഥകളെ കുറിച്ച് നമ്മൾ ആലോചിക്കില്ലേ മാം? അപ്പം അതിൻ്റെ നമ്മുടെ ടൈറ്റിലിൽ തന്നെ കാണുന്നു 9 കഥകൾ, 8 സംവിധായകർ, അല്ലെ, അത്രയും തന്നെ സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയാണ് മാം ഈ ഒരു 9 കഥകളിലേക്ക് എത്തപ്പെട്ടത്? എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്ന പ്രോസസ് എന്തായിരിക്കും? അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഞാനൊരു 50 കഥകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി. അതായത് നോക്കിയത് എന്താന്ന് വെച്ചാൽ 1957-60 മുതൽ 98 വരെയുള്ള കാലഘട്ടം. അങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് എഴുതിയ മൊത്തം ചെറുകഥകൾ എടുത്തിട്ട് അതൊന്നും ഒരു 50 എണ്ണം എടുത്തു. ഈ 50 എണ്ണത്തിൽ നിന്ന് പിന്നെ ഒരു 20 എണ്ണമായി. ഇതിന്റെ ഒരു ക്രൈറ്റീരിയ ആകെ ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തങ്ങളായ കഥകളായിരിക്കണം. ഓക്കെ. ഈ കഥകൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ബന്ധം? അങ്ങനെയില്ല, ഒന്നുമില്ല. എല്ലാം സെപ്പറേറ്റ് ആണ്. ഓരോന്നും യുണീക്കാണ്. ഒന്നിന്റെ പശ്ചാത്തലം ആവില്ല മറ്റേതിന്റെ. അപ്പൊ അങ്ങനെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഓരോന്നും സെലക്ട് ചെയ്യുന്നത്. അതായത് ഇത് വളരെ യുണീക്കായ ഒരു കഥയാണ്, ഇതെന്തായാലും ലോകം കാണേണ്ട ഒരു കഥയാണ് എന്നുള്ള ചിലത് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നിർബന്ധമായിട്ട് ഇതിൽ എനിക്ക് വേണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്ന കഥകളാണ് കാഴ്ച, ഷെർലക്, പിന്നെ കടുകണ്ണാവ. ഇത് 3 എണ്ണം. ഇത് 3ഉം ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ എന്തായാലും ചെയ്യണം എന്ന് തീരുമാനിച്ചതായിരുന്നു. പിന്നെ ഈ 20 എണ്ണത്തിൽ നിന്ന് ബാക്കി 17 എണ്ണം നമ്മൾ ഡയറക്ടേഴ്സിനായിട്ട് ഷെയർ ചെയ്ത് അവരവരുടെ താല്പര്യങ്ങളും ഉണ്ടല്ലോ. ചില കഥകൾ ചിലർക്ക് ഒരു കണക്ട് തോന്നും വായിച്ച ഉടനെ. അപ്പൊ അതൊരു മ്യൂച്വലി ആണ് അവസാനം ഈ ലാസ്റ്റ് 9ലേക്ക് നമ്മൾ എത്തുന്നത്.